അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ലഭിക്കാത്ത വിഭാഗം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ സ്വഭാവം നിങ്ങളിലുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തൗബ ചെയ്ത് അള്ളാഹുവിനോട് പുറത്തു തരാൻ ദുആ ചെയ്തോളൂ. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ലഭിക്കാത്തവരാണ് അവർ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ലഭിക്കാത്ത വിഭാഗം. 1. അഹങ്കാരത്തോടെ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷനിലേക്ക് അല്ലാഹു തആല നോക്കുകയില്ല. സ്ത്രീ അവളുടെ നിര്യാണിക്ക് താഴെ തന്നെ വസ്ത്രം താഴ്ത്തിയിടണം. അത് അവളുടെ ഔറത്താണ്. 2. വിഭാഗം. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രശംസിച്ച് നടക്കുന്നവർ. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിന് ഇന്ന സഹായം ചെയ്തു കൊടുത്തുവെന്ന് ആത്മപ്രശംസ നടത്തുന്നവരിലേക്ക് അല്ലാഹു തആല റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയില്ല. കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ സാധനം വിൽക്കുന്ന കച്ചവടക്കാർ. 4. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുത് എന്നാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരിലേക്ക് അല്ലാഹു തആല നോക്കുകയില്ല. 5. ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത ഭാര്യ. 6. വ്യഭിചാരിയായ വൃദ്ധൻ. 7. വെള്ളം തടഞ്ഞു വെച്ച മനുഷ്യനിലേക്ക്. ഈ സ്വഭാവങ്ങൾ ഉള്ളവരിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയില്ല. അവർ നരകത്തിന് അടിമപ്പെട്ടവരാണ്. അതിനാൽ ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തൗബ ചെയ്ത് അള്ളാഹുവിനോട് പൊരുത്തപ്പെട്ടു തരാൻ ദുആ ചെയ്യുക. കാരണം അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാതെ ജീവിച്ചാൽ നമ്മൾ നരകത്തിന് അടിമപ്പെട്ടവരാണ്. അല്ലാഹു തആലയുടെ പൊരുത്തത്തോടു കൂടി ജീവിക്കാനും അവൻ്റെ പൊരുത്തത്തോടു കൂടി തന്നെ മരിക്കാനും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. നമുക്കെല്ലാം ഈമാനോട് കൂടിയുള്ള മരണം തന്ന് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. താങ്ക് യു.